ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ അംബേ ജഗദംബേ 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 അംബേ ജഗദംബേ ജഗദംബേ വിശ്വാസം തന്നെന്നെ രക്ഷിക്കൂ ജഗദംബേ വിശ്വാസം തന്നെന്നെ രക്ഷിക്കൂ ജഗദംബേ ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഭൗതികത്തിൽ വിജയം നേടണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കും. ഒരു വിജയം നേടിയാലും മനസ്സിന് എപ്പോഴും ടെൻഷനുണ്ടാവില്ല. പക്ഷേ ടെൻഷനില്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ വിജയം നേടണമെങ്കിൽ ആ മനഃശക്തി വേണ്ടേ, കർമ്മം ചെയ്യാനുള്ള മുന്നോട്ട് പോകാനുള്ള മനഃശക്തി വേണ്ടേ. ഭൗതികത്തിലെ വിജയം ആധ്യാത്മത്തിലിരിക്കുകയാണ്. അതാണ് വിജയം. ഒരേപോലെ രണ്ട് ഭാഗവും ജയിക്കുന്ന രീതിയാണ് ഓം പുറവും. അല്ലാതെ ഭൗതികവും ആത്മീയവും രണ്ടല്ല. ഉദാഹരണം, നീന്ത് പഠിക്കാത്തവൻ ഈ അറബിക്കടലിറങ്ങിയ ചത്തുപോകും. നീന്ത് പഠിച്ചവൻ ആ തിരയെ ആഹ്ലാദിക്കുന്ന നമ്മൾ എപ്പോഴും പറയാമല്ലോ. ഭൗതികത്തെ പ്രതിബന്ധങ്ങളെ എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികം. ആത്മീയത മനസ്സിലാക്കുന്നവൻ ഇതിനോട് നേരിടാനും സ്വീകരിക്കാനും ഉള്ളത് തൃപ്തിപ്പെടാനും പങ്കുവയ്ക്കാനും ഉള്ള കാഴ്ചപ്പാടുണ്ടാകും. നമ്മൾ എപ്പോഴും പറയില്ല, ലോകത്ത് രണ്ട് തരത്തിലുള്ള ദാരിദ്ര്യമാണ്. ഒന്ന് സ്നേഹം കിട്ടാതുള്ള ദാരിദ്ര്യം, രണ്ട് ഭക്ഷണവും മറ്റുള്ളതും കിട്ടാതുള്ള ദാരിദ്ര്യം. കൂടുതലും കടുപ്പമായിട്ടുള്ള ദാരിദ്ര്യം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. കാരണം ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാളടുത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്താലും അവർ കഴിക്കുകയില്ല. അയാൾ ദുഃഖിച്ച് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ദുഃഖമാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ എന്താണ് അടിസ്ഥാന സ്നേഹമാണ്. അവർ സ്നേഹം കൊണ്ട് കാര്യങ്ങൾ തിരക്കി ആശ്വസിപ്പിച്ചേ പറ്റും. സ്നേഹമുണ്ടെങ്കിൽ മറ്റേ ദാരിദ്ര്യം ഇല്ലാതാകും. സ്നേഹമുള്ളവർ എന്തായാലും അടുത്തിരിക്കുന്നതിന് കൊടുക്കാതെ കഴിക്കില്ലല്ലോ. ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് സ്നേഹമാണ്. മനുഷ്യജീവിതമാകുന്ന ഗോപുരത്തെ തകരാതെ നിർത്തിയിരിക്കുന്ന ആ സ്നേഹമാകുന്ന പശയാണ്. ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിലപിക്കുന്ന നമ്മൾ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന വലിയ ലാഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ബിസിനസ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എത്രയും പണം സമ്പാദിക്കുക എന്നാണ്. എന്നാൽ ബിസിനസ് തകർന്ന് പാപ്പരാകുക എന്നത് ബിസിനസ്സിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സ്നേഹമില്ലായ്മയാണ്. കാരണം ജീവിതത്തിൻ്റെ മൂലധനം സ്നേഹമാണ്. അത് നഷ്ടമായാൽ പിന്നെ പൂർണ്ണമായും നമ്മൾ പാപ്പരാകും. അതുകൊണ്ട് മക്കൾ സ്നേഹമാകുന്ന ലാഭം കൂടുതൽ കൊയ്തെടുത്ത് ഹൃദയത്തിൽ നിറയ്ക്കാൻ മക്കൾ ശ്രമിക്കണം. നമ്മളിപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നെങ്കിലും ഉറക്കത്തിലാണ്. ഉണരുവിന് എഴുന്നേക്കുവിന് നിൽക്കുന്നു പറയല്ലോ, തിഷ്ഠ ജാഗ്രത. കണ്ണുണ്ടായപ്പോലെ കാണണം. അപ്പം അതുകൊണ്ട് ഉണരുവിൻ എഴുന്നേക്കുവിൻ, നിന്നിൽ ഉണരുവിൻ, നിന്നിൽ എഴുന്നേക്കുവിൻ, തൻ്റെ ഇടിയാകുക എന്നൊക്കെ പറയുന്നതാണ്. തൻ്റെ എടുത്തോന്ന് പറയാൻ തന്നിൽ തന്നെ നിലനിൽക്കുന്നവരാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുന്നത്. അപ്പം മറ്റുള്ളവരിലും തന്നെ ഭിന്നമല്ലാതെ കാണാൻ സാധിക്കും. മക്കൾക്കെല്ലാം അറിയുന്നതാണ്. അമ്മ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്. കാരണം കുറേ പ്രാവശ്യം പറഞ്ഞാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണരാൻ നമുക്ക് തോന്നുന്നു. പക്ഷെ മക്കൾ തളരാനേ പാടില്ല. കാരണം ഇന്നത്തെ നോക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണ്.
ഇത്രയും നാൾ മക്കൾ സഹിച്ചില്ലേ. എല്ലാ രീതിയിലും തളരുന്ന മക്കളുണ്ട്, മാനസികമായിട്ട് ഏറ്റവും തളരുന്നു. മുറിക്കകത്ത് അങ്ങനെ ഇരുന്ന് ശീലമില്ല, അത് തളരുന്നു, ഡിപ്രഷനിൽ പോകുന്നു. ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും സൂര്യപ്രകാശമോ മറ്റ് സാഹചര്യങ്ങളെല്ലാം അതിൽ തളരുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അതിൽ ദുഃഖം വരുന്നു. വീടൊരു കാടാക്കി അതിനകത്ത് മൃഗങ്ങളുമായിട്ടൊരു മല്ലിടുന്ന യുദ്ധം പോലാണ് പല വീടുകളും നടക്കുന്നത്. 99% കഷ്ടത്തിലാണ്. പക്ഷെ എന്നാൽ മനസ്സ് മാത്രം മക്കൾ നഷ്ടപ്പെടുത്തില്ലേ. ലോകം ഇതാണ്, എപ്പോഴും എന്തും സംഭവിക്കാം. അമ്മ എപ്പോഴും പറയും, ഈ നിമിഷമേ നമ്മുടെ കയ്യിലുള്ളൂ, ഈ നിമിഷത്തെ വിവേകമാണ് നമ്മുടെ ശരിയായ ആയുസ്, അതിലാണ് ജീവിതം ഇരിക്കുന്നത്. മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷമായ ഒരു തീരുമാനമാണ്. ഇന്നും വരട്ടെ ഞാൻ സന്തോഷമായിരിക്കും, എന്നും വരട്ടെ ധൈര്യമായിരിക്കും. ചിരിച്ചാലും കറിയാലും സമയം പോകുമല്ലോ. മനസ്സാകുന്ന മെഴുതിരി നമ്മുടെ കയ്യിലുണ്ട്. ആത്മവിശ്വാസമാകുന്ന ദീപം അതിനകത്ത് കൊളുത്തുക. ആത്മവിശ്വാസം ദീപം കൊളുത്തുമ്പോൾ ഈ മെഴുകുതിരി വെട്ടത്തിൽ എങ്ങനെ ഈ വലിയ ഇരുട്ടിനെ താഴാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വിലപിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അതനുസരിച്ച് പ്രകാശം നമ്മൾ ഒന്നുണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വലിയ ഇരുട്ടിനെ എങ്ങനെ താണ്ടുമെന്ന് നോക്കാതെ ആത്മവിശ്വാസം വിടാതെ മക്കൾ പ്രയത്നിക്കുക, സന്തോഷമായിരിക്കാൻ നോക്കാം. കന്യാകുമാരി പോയ സമയത്ത് ഒരു ഗ്രൂപ്പായിട്ട് പോയതാണ്. അപ്പോൾ 2-3 ദിവസം അവിടെ താമസിക്കുകയാണ് ഒരാളെ കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ഗ്രൂപ്പ് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ സൂര്യ ഉദയം കാണാൻ പോയതാണ്. 3 ദിവസം കടലാണല്ലോ. അപ്പം ഉദയം കാണാൻ ഒരു ഗ്രൂപ്പ് പോയി. ഉദയം കണ്ടില്ല, ഇന്ന് കാർമേഘമായിരുന്നു, ഞങ്ങൾ ഉദയം കണ്ടില്ല. അവർ വെളുപ്പിൽ തന്നെ എഴുന്നേറ്റ് പോയതാണ്. പിന്നെ അടുത്ത ഗ്രൂപ്പ് പിറ്റേ ദിവസം പോയപ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ നിങ്ങളും കൂടി പോകും. അങ്ങനെ പിറ്റേ ദിവസം പോയപ്പോൾ ഇവർക്ക് ഉദയം കാണാൻ സാധിച്ചു, മറ്റവരും കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ വെളുപ്പിൽ എഴുന്നേറ്റ് പ്രയത്നിച്ച് അവിടെ ചെന്ന് നിന്നു. ഉദയം കാണാൻ സാധിച്ചില്ല, കാർമേഘം വന്നു. നമ്മുടെ ഭാഗത്ത് പ്രയത്നിച്ചു, നമുക്കത് വിധിച്ചില്ല, അവിടെ തിരിച്ചതാണ്. വീണ്ടും ശ്രമിച്ചതുകൊണ്ട് പിറ്റേ ദിവസം പോയി നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് എത്ര ശ്രമമുണ്ടല്ലോ, കൃപയാണ് അതിന് വെളിച്ചം കൊണ്ടുവരുന്നത്. ആ വെളിച്ചം മക്കൾ ഉണ്ടാകട്ടെ, അകത്തും പുറത്തും. കൃപ പൊന്നു മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓമന മക്കളെ തളരാതിരിക്കൂ.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Bondages are the heaviest of all weights. As Amma says, it's like carrying a weight, a heavy load on your head, or something heavy tied around your neck. You somehow want to put it down and feel free of the burden. What is bondage? It is your unintelligent attachment that causes it. The root is ego, and it manifests as bondage, tightness. You feel weighed down. You feel totally burdened. You don't feel any peace, any happiness. So if you can really feel that bondage, that heaviness of the bondage, that intensity of the bondage, as deep as you can, that itself will emancipate you from the bondage. Because someone carrying a huge weight, something really, really heavy, he has to unload it somewhere. You feel the heaviness, so you want to empty it out. You find an outlet. So most importantly, convince your mind that attachment or the feeling of bondage is not real love. Real love is expansiveness. The more space you create within, the more love. But now, there is no space. What does this mean? I mean, this attachment and all these negativities mean there is no space within. So attachment is habitual. It's not the nature of your being. It's not nature of love. It's not real. It's only a momentary thing or movement of the mind, you can say, as Amma gives the example of the pendulum of a clock. So it's only an attraction of the mind, a temporary attraction, which will soon move to aversion. Attraction, or the love that we feel now is just it's a mask. Remove the mask and right beneath is aversion or indifference, you can say. Because some people, they mistake indifference to be non-attachment or detachment. That's more dangerous. Because detachment or non-attachment is not indifference. As you become non-attached, you are creating more and more space within you. Your heart is becoming bigger and bigger and bigger, more and more expansive. And the thing is, an attachment is not our real nature. I'll give you an example. Our eyes. Our eyes open and close only because of the eyelids. Correct?
Suppose you don't have eyelids. The eyes are always open, and that's the real nature of our eyes. It's like a branch swinging back and forth according to the easterly or westerly. But is that the nature of the branch? No, the branch of the tree is always in the center. So, what I mean is our true nature. True nature is non-attachment. And true love that really helps the other. That happens only when we watch, when we step aside and watch. Watch the mind, watch the thoughts, and you will be able to find out, or your judgment will become very subtle. It's not negative. Normally we use the word judgment. That person is judgmental. It has a negative connotation. But here, when I say judge, it's like, the Supreme Court judge. They are supposed to be impartial, right? They're supposed to be impartial. Impartial means they are in the center. They listen to both parties and make a correct judgment. It's, like San Ramon Darshan Hall, for example. To get a proper view of the entire hall, which is the best place to get a proper view? The center of the hall. If you stand on the stage, you will miss the stage. If you stand on the left side, you will miss the right side. Or if you stand far behind at the rear end of the hall, you will miss the right, left, and the other end. So where is the best place? The center is the best place. So you step aside and you watch, and then you decide what is love and what is not. What is attachment and what is love. So you will be able to see, because you are in the center.